ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ കുറച്ചൊന്ന് ലേറ്റായിരുന്നേ. കുറച്ചല്ല, നല്ലോണം ലേറ്റായി. പിന്നെ എല്ലാം ഫ്രഷ് ആവലെല്ലാം കഴിഞ്ഞ് ഒന്ന് വന്ന് ജനലൊക്കെ തുറന്ന് നോക്കിയപ്പോഴാണ് ശരിക്കും ലേറ്റായി എന്നുള്ള കാര്യം മനസ്സിലായത്. പിന്നെ വേഗം റെഡിയായിട്ട് ഞാൻ താഴത്തേക്ക് ഇറങ്ങി. അങ്ങനെ ഇനി അധികം നിന്ന് കഴിഞ്ഞാൽ നല്ലോണം ലേറ്റായിപ്പോവും. ബ്രേക്ക്ഫാസ്റ്റും തെറ്റും, ലഞ്ചും തെറ്റും, ഫുള്ള് ഫ്ലിപ്പായിപ്പോവും. അപ്പോൾ നേരെ ഞാൻ ഉമ്മറത്തേക്കാണ് കേട്ടോ പോയത്. അവിടെയുള്ള കർട്ടനൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഉമ്മറത്തെ വാതിലൊക്കെ തുറന്ന് പുറത്ത് നോക്കിയപ്പോൾ ചവിട്ടിയിൽ പൂച്ച കയറിയിട്ട് നിറച്ച് പൊടിയായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് തട്ടിക്കുടഞ്ഞെടുത്ത് വേഗം ചവിട്ടി വിരിച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞ് അധികം അവിടെ നിന്ന് ചുറ്റിത്തിരിയാണ്ട് വേഗം കിച്ചണിലേക്ക് കയറി. കിച്ചണിൽ പോയപ്പോൾ സ്ഥിരം പരിപാടി തന്നെ, കിച്ചണിലെ ഡോറും തുറന്നിട്ട് അവിടെ പൂച്ചപ്പെണ്ണ് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ പൂച്ച നമ്മളോട് അധികം അടുക്കില്ല, അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും ചീത്ത വരുന്ന സാധനം. പിന്നെ വേഗം എന്താക്കി ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ച് തൊട്ടടുത്ത സ്റ്റവിൽ എന്താക്കി ഞാനൊരു കാപ്പി ഇട്ട് കുടിച്ചേക്കാൻ വിചാരിച്ചിട്ട് കാപ്പിയും വെച്ച്. ഇതിപ്പോൾ പതിവില്ലാത്തതാണ്. അപ്പോൾ അങ്ങനെ കാപ്പിയും കുടിച്ച് കഴിഞ്ഞ് ഇന്നത്തെ മെനു പ്ലാൻ തയ്യാറാക്കാനുള്ളതിലായിരുന്നു. അപ്പോൾ നമ്മൾ തലേ ദിവസമേ നോക്കി വയ്ക്കട്ടെ ഇന്ന് എന്താക്കാം എന്നുള്ളത്, അല്ലാണ്ട് രാവിലെ എണീറ്റ് തലപ്പോൾ വെച്ച് ആലോചിക്കാനാകില്ല. അപ്പോൾ ഇന്ന് സോയാബീൻ മസാല ആക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ അത് മതിയല്ലോ, ഇന്ന് അധികം ഒന്നും ആക്കുന്നില്ല. പിന്നെ രാവിലത്തേക്ക് മൈദ കൊണ്ട് ദോശയും ചുട്ട്. അങ്ങനെ ദോശയും ചുട്ട് കഴിഞ്ഞ് പിന്നെ വേഗം തന്നെ എന്താക്കി സോയാബീൻ റോസ്റ്റാക്കി എടുത്ത് സോയാബീൻ മസാല ആക്കി എടുത്ത് അപ്പോഴത്തേക്കും ചോറായിട്ടുണ്ടായിരുന്നു. ചോറ് ഊറ്റി പിന്നെ തലേ ദിവസത്തെ കപ്പയും മീനും കൂടെ പുഴുക്കാക്കിയിട്ടുണ്ടായിരുന്നു. അതൊന്ന് ചൂടാക്കി വെച്ച് എല്ലാം പാത്രങ്ങളിലാക്കി വെച്ച പാത്രങ്ങളൊക്കെ മാറ്റി വെച്ച് അവിടെ എല്ലാം ഒന്ന് ക്ലീനാക്കി തുടച്ചെടുത്ത് പിന്നെ ബാക്കി ഉണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് വേഗം കഴുകിയെടുത്ത് ആ പാത്രങ്ങൾ കഴുകി ആ സ്ഥലം ഒന്ന് ക്ലീനാക്കി ഇട്ടിട്ട് പിന്നെ നമ്മൾ ചെയ്തത് പാത്രങ്ങളെല്ലാം നമ്മൾ തലേ ദിവസം നല്ല എപ്പോൾ കഴുകിയാൽ എന്താക്കുന്നുണ്ട് നല്ലോണം ഉണങ്ങി വെള്ളം മാറുന്ന ശേഷം മാത്രമേ അത് എടുത്ത് ഓരോ സ്ഥലത്ത് വെക്കാറുള്ളൂ. അപ്പോൾ അതിനായിട്ട് വെച്ച പാത്രം, അങ്ങനെ വെള്ളം മാറാൻ വെച്ച പാത്രങ്ങളിലേക്ക് വെള്ളം മാറുന്ന കഴിയുമ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി ഇപ്പോൾ കഴുകിയ പാത്രങ്ങളെല്ലാം അവിടെ നിന്ന് കമഴ്ത്തി വെച്ച് കേട്ടോ. അപ്പോൾ നല്ലതായിട്ട് വെള്ളമൊക്കെ വാർന്ന് വലിയ ഇതില്ലാണ്ടും കിട്ടും. പിന്നെ അങ്ങനെ വേഗം കിച്ചണെല്ലാം ക്ലീനാക്കി കിച്ചണിൻ്റെ ഡോറും ക്ലോസ് ആക്കി ലൈറ്റെല്ലാം ഓഫാക്കി ഞാനങ്ങനെ കയറി ഇറങ്ങും വെള്ളേക്ക്. കാരണം ഇന്നത്തെ കിച്ചണിലത്തെ പണി എല്ലാം കഴിഞ്ഞ് സുഖസുന്ദരമായി വിശ്രം.